അങ്ങനെ എല്ലാവരും പോയതിനു ശേഷം നയനയും ആദർശം മുറിയിലേക്ക് പോവാണ്. എന്നിട്ട് നയന ചോദിക്കുന്നു ആദർശിനോട്, എന്നെ മനഃപൂർവ്വം എല്ലാവരുടെ മുമ്പിൽ കരിവാരത്തേക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ആ പണി ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ എന്ത് പണിയും ചോദിക്കാണ്. ഓഹോ, ഒന്നും അറിഞ്ഞില്ല അല്ലേ, എല്ലാവരുടെ മുമ്പിൽ എന്നെ നാട്ടിച്ചപ്പോ സമാധാനം ആയല്ലോ. ഇത്രയും പേരും എന്നെ കുറ്റം പറഞ്ഞപ്പം ഒരു വാക്കെങ്കിലും പറഞ്ഞു ആ ഉപ്പ് വാരിട്ടത് ഞാനാണെന്ന്. അപ്പോഴേക്കും ആദർശ് പറയാണ്, അല്ല ഞാൻ നിന്റെ അടുക്കളയിൽ അങ്ങനെ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞാല് അമ്മയ്ക്കത് വിഷമമാവൂലെന്ന് പറയുമ്പോൾ നയന ചോദിക്കാണ്, എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഞാനപ്പം അങ്ങനെ നിന്നപ്പം നിങ്ങൾക്കൊരു വിഷമം ആയില്ലല്ലേ, അപ്പൊ നിങ്ങളുടെ സ്നേഹമൊക്കെ വെറും കളവാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയാണ്, അങ്ങനെയൊന്നും അല്ല നയന, ശരിക്കും സംഭവിച്ചത് ഉപ്പാണെന്ന് ഞാൻ കരുതിയതല്ല, ഞാൻ പഞ്ചസാരയാണെന്ന് കരുതിയിട്ടാണ് അത് എടുത്തിട്ടത്. ശേഷം നീ പോയതിനു ശേഷം രുചിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, പക്ഷെ എല്ലാവരും മുമ്പിൽ വെച്ച് സമ്മതിക്കാൻ ഒരു ബുദ്ധിമുട്ട്, അമ്മ ഇനി നിന്നെ സഹായിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും പറഞ്ഞാലോ അത് വലിയ പ്രശ്നത്തിലേക്ക് എത്തിയാലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ മിണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. നയന പറയാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ല, എന്നെ എല്ലാവരും മുമ്പിൽ നാട്ടിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ സങ്കടപ്പെടണ്ട, ഞാൻ അതിന്റെ പരിഹാരം ചെയ്തോളാം എന്ന് പറയുമ്പോൾ എന്ത് പരിഹാരം ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കാണ്. എന്താ ചെയ്യേണ്ടതെന്ന് പറയാന്ന് പറയുമ്പോൾ ആദർശ് പറയാണ്, ഇന്നേ വരെ ഞാൻ ചെയ്യാത്തൊരു കാര്യം ഞാൻ ചെയ്യാൻ പോവാണെന്ന് പറയുന്നു. എന്ത് കാര്യം എന്ന് പറയുമ്പോൾ, അല്ല ഞാൻ ഒരു താങ്ക്സ് പറയാൻ പോവാണെന്ന് പറയുമ്പോൾ, താങ്ക്സോ, അതെ, എല്ലാവരും മുമ്പിൽ വെച്ച് ഞാനാണ് ഉപ്പ് വാരിയിട്ടതെന്ന് നീ പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടൊരു താങ്ക്സ്. പിന്നെ മുത്തശ്ശനോട് ഞാൻ ഫോണിന്റെ പേരിൽ വഴക്കുണ്ടാക്കിയാലും നീ പറഞ്ഞില്ലല്ലോ, അതിന് രണ്ടാമത്തെ താങ്ക്സ് എന്ന് പറയുമ്പോൾ നയന പറയാണ്, എനിക്കാരും താങ്ക്സ് ഒന്നും വേണ്ട, എനിക്ക് വേണ്ടത് സോറി ആണെന്ന് പറയുന്നു. സോറിയോ, അതും ഈ ആദർശോ ഒരിക്കലും പറയില്ല എന്ന് പറയുന്നു. ഓഹോ, പറയില്ലേ, എങ്കിൽ ഞാൻ പോയി മുത്തശ്ശനോട് പറഞ്ഞോ. അയ്യോ പറയില്ലേ എന്ന് പറയുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് അനിയുടെ നന്ദുവിന്റെ സീനാണ് കേട്ടോ. നന്ദു ആണെങ്കിൽ ആകെപ്പാടെ വല്ലാത്തൊരു മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണ്. ഇപ്പൊ കാണുന്നതിൽ വെച്ച് നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് നന്ദുവിനും അനിയുടെ ആ ഒരു കോംബോ ഉണ്ടല്ലോ, അത് നമ്മൾ വല്ലാത്തൊരു ഹാർട്ട് ടച്ചിങ് ചെയ്യും. അത് മാത്രമല്ല അവരൊരു പ്രണയം നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദു ആണേല് വാതുക്കൽ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോഴേക്കും നല്ല മാറ്റമാണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. അങ്ങനെ ആ മനസാക്ഷി അവളുടെ അടുത്തുനിന്ന് സംസാരിക്കുകയാണ്. അപ്പോഴേ പറയാണ്, നിനക്ക് നല്ല മാറ്റമുണ്ട്, എല്ലാരും പറഞ്ഞ സത്യ, നീ എന്തത് മനസ്സിലാക്കാത്തെ. അപ്പോഴൊക്കെ നന്ദു പറഞ്ഞു, എനിക്കൊരു മാറ്റവും ഇല്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാ. മനസാക്ഷി പറയാണ്, അല്ല നീ എപ്പോഴും ഇങ്ങനെയല്ല, ആണെങ്കിൽ എല്ലാവരും ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ, നീ തന്നെ ചിന്തിച്ചു നോക്ക്, നിനക്കുണ്ടായ മാറ്റം. നീ പണ്ടത്തെ പോലെയേ ഇല്ല, എപ്പോഴും ഇപ്പൊ നിന്റെ ചിന്ത അനിയെക്കുറിച്ചും അനാമികയെക്കുറിച്ചുവാ. അതിനർത്ഥം എന്താ, നിനക്ക് ഇന്നേ വരെ ആർക്കും അങ്ങനെ ദേഷ്യം തോന്നിയിട്ടില്ലല്ലോ, കാരണമില്ലാതെ. പക്ഷെ അനാമികയോട് ഒരു കാരണമില്ലാതെ എന്താ നിനക്ക് ദേഷ്യം തോന്നുന്നേ, അത് തന്നെ അതിന്റെ പേരാണ് പൊസസീവ്നെസ് എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം നിനക്ക് അനിയെ ഇഷ്ടമാണെന്നാണ്. അപ്പോഴേക്കും നന്ദു പറയുന്നു, എനിക്ക് അനിയെ ഇഷ്ടമൊന്നും അല്ല, അനിയോട് ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കി പോകാൻ നോക്ക് എന്ന് പറയുമ്പോഴേക്കും, ഇല്ല ഞാൻ പോയില്ല, നീ ഇത് മനസ്സിലാക്കാതെ ഞാൻ പോകുന്നില്ലെന്ന് പറയുമ്പോൾ, മര്യാദയ്ക്ക് എന്റെ മുമ്പിന് പൊക്കോ, അതാ നിനക്ക് നല്ലത്, എനിക്കിതൊന്നും കേൾക്കാൻ തീരെ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നയനനെയാണ്. അങ്ങനെ നയന പറയണം, നാളെ രാവിലെ ഞാൻ എന്തായാലും മുത്തശ്ശോടായിട്ട് പറയും, നിങ്ങൾ കാണിക്കുന്ന സ്നേഹമെല്ലാം കള്ളത്തിലാണെന്ന്, ഉറപ്പാ എന്നൊക്കെ പറയും. അപ്പോഴേക്ക് സത്യയുടെ അല്ല നയന, ഞാൻ പറഞ്ഞല്ലോ ഞാൻ സോറി പറഞ്ഞേക്കാം എന്നും പറഞ്ഞിട്ട് ആദർശ് പറയണ, സോറി ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല, ഇനി നിന്നോട് ദേഷ്യപ്പെടില്ല പോരെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ ആവാണ്. രാവിലെ ഇവർ തമ്മിൽ ചെറിയൊരു സ്നേഹമില്ലായ്മ തോന്നിക്കുമ്പോഴും ആ നയന പറയാണ്, എനിക്ക് മനസ്സിലായി എല്ലാം, നിങ്ങൾ നിങ്ങളുടെ മുത്തശ്ശനോടല്ലേ എന്നെ തിരിച്ചു വിളിച്ചത്. അപ്പോഴേക്കും ആദർശ് പറയണ, അല്ല ഞാൻ എന്റെ സ്നേഹം കൊണ്ടാണ് വിളിച്ചത്. അപ്പോഴേക്കും നയന പറയണ, അല്ല എനിക്ക് മനസ്സിലായി എല്ലാം, നിങ്ങൾക്ക് എന്നോട് തീരെ താല്പര്യമില്ല, മുത്തശ്ശൻ വേദനിക്കുമെന്ന് കരുതിയിട്ടല്ലേ നിങ്ങൾ തിരിച്ചു വിളിച്ചത്, അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും മുത്തശ്ശനോട് പറയാൻ പോകുന്ന പറയുമ്പോൾ, അയ്യോ നയന മുത്തശ്ശനോട് പോയിട്ട് പറയില്ലേ എന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ പോയി എല്ലാം മുത്തശ്ശനോട് പറയുമെന്ന് പറയുന്നു. അങ്ങനെ നയന പോകാൻ തുടങ്ങുമ്പോൾ ആദർശ് കയ്യിൽ പിടിക്കുന്നുണ്ട്. നയന ദയവ് ചെയ്ത് മുത്തശ്ശനോടൊന്നും പറയില്ലേ. നയന പറയണ, ഇല്ല എല്ലാം മുത്തശ്ശൻ അറിയണം, എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ എന്തെങ്കിലും കഷ്ടപ്പെടുത്തതല്ലേ, ആ കാര്യം മുത്തശ്ശൻ അറിയാം എന്ന് പറഞ്ഞിട്ട് നയന ആദർശിന്റെ കൈ ഇങ്ങനെ വിടിപ്പിച്ചിട്ട് മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോഴേക്കും അവിടെ മുത്തശ്ശൻ നിൽപ്പുണ്ടായിരിക്കും. മുത്തശ്ശനോട് പോയിട്ട് നയന പറയാണ്, ആദർശ് പുറകെയും വരുന്നുണ്ട്. മുത്തശ്ശന്റെ കൊച്ചുമോനെ പറ്റിയാ എനിക്ക് പറയാനുള്ളത്. എന്താ മോളെ, മുത്തശ്ശന്റെ കൊച്ചുമോൻ എന്നോട് കാണിക്കുന്ന സ്നേഹമെല്ലാം വേറെ കള്ള. എന്നോട് ഇന്നലെയും കൂടെ പറഞ്ഞു, എന്നെ ഇന്നലെ ദേഷ്യപ്പെട്ടു, എപ്പോഴും ദേഷ്യപ്പെടും. മുത്തശ്ശൻ അതിലെ പോകുന്ന സമയത്ത് എന്നോട് സ്നേഹം കാണിക്കും, മുത്തശ്ശൻ പോയ പുറകെ എന്നോട് ദേഷ്യം കാണിക്കും. എല്ലാം മുത്തശ്ശന് വേണ്ടിയുള്ള അഭിനയം മാത്ര, അല്ലാതെ എന്നോട് ശരിക്കുള്ള ഇഷ്ടമൊന്നും അല്ല മുത്തശ്ശന് വയ്യെന്നും പറഞ്ഞിട്ടാ ആദർശൻ ഈ അസുഖം ഈ ഒരു അഭിനയം എല്ലാം കാണിക്കുന്നത്. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കാണ്, സത്യമാണോ മോളെ. അതേ മുത്തശ്ശ, അന്ന് എന്നെ പോയി തിരികെ വിളിച്ചോണ്ട് വന്നതും മുത്തശ്ശന് വേണ്ടിയിട്ടാ, ഇപ്പൊ സ്നേഹം കാണിക്കുന്നത് മുത്തശ്ശന് വേണ്ടിയിട്ടാ, അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും യാതൊരു ബന്ധവുമില്ല എന്നിങ്ങനെ നയനെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, അപ്പോ അവനിപ്പോ കാണിക്കുന്നതെല്ലാം കളവാണല്ലേ, 3-4 മാസം കഴിയുമ്പോൾ ഞാൻ മരിച്ചു പോയാലും അവനിപ്പോ കുഴപ്പമില്ലല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും, മരിച്ചു പോകും മുത്തശ്ശൻ എന്തൊക്കെയായി പറഞ്ഞേ, അതൊന്നുമില്ല മോള് പോയിക്കോളാൻ പറഞ്ഞിട്ട് നയനെ പറഞ്ഞിടാണ്. അതിനുശേഷം
ആദർശിന്റെ അടുത്തേക്ക് വന്നിട്ട് മുത്തശ്ശൻ പറയാണ്, അപ്പൊ നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ? മുത്തശ്ശ, അല്ല മുത്തശ്ശ, ശരിക്കും എനിക്ക് അവളുടെ സ്നേഹം തന്നെ അല്ല, എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞൊരു വാക്കിന്റെ പേരിൽ നീ ഇപ്പൊ അഭിനയിക്കുക. ശരിക്കും എനിക്ക് നീ ആണി അടിച്ചില്ലേ? അപ്പോ ഞാൻ മരിച്ചാലും നിനക്ക് കുഴപ്പമില്ലല്ലേ? നിനക്ക് വലുത് നിന്റെ അമ്മയും നിന്റെ അമ്മയ്ക്ക് നീ കൊടുത്ത വാക്കുവാണല്ലേ എന്നൊക്കെ പറയുന്നു. ഒരു പെൺകുട്ടിയുടെ ജീവിതം നിനക്ക് ഒട്ടും ഒരു താല്പര്യമില്ലാത്ത കാര്യമാണല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും ആദർശ്, അല്ല മുത്തശ്ശ, ഞാൻ പറഞ്ഞൊന്നും വിശ്വസിക്കും മുത്തശ്ശ എന്ന് പറയുമ്പോഴേക്കും, ഇല്ല, എനിക്കൊന്നും പറയാനില്ല, എനിക്ക് ഇനി നിന്നോട് മിണ്ടാൻ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് മുത്തശ്ശൻ ആദർശിന്റെ അടുത്തൊന്നും നടന്നു പോകുന്ന വഴിക്ക് മുത്തശ്ശന്റെ ചങ്കിനകത്ത് വേദന എടുക്കുന്ന പോലെ തോന്നുകയാണ്. പെട്ടെന്ന് തന്നെ അദ്ദേഹം സെറ്റിലേക്ക് മറിഞ്ഞു വീണ് മരിക്കുന്നു. ആദർശ് മുത്തശ്ശ എന്ന് വിളിച്ചുകൊണ്ട് ഓടി അരികിലേക്ക് വരികയാണ് കേട്ടോ. പെട്ടെന്നാണ് ആദർശ് ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേക്കുന്നത്. അതായത് ഇപ്പൊ കണ്ടത് മൊത്തം സ്വപ്നമായിരുന്നു കേട്ടോ. അതായത് മുത്തശ്ശൻ മരിക്കെന്നും നയന പോയി പറഞ്ഞതൊക്കെ കണ്ടത് സ്വപ്നമായിരുന്നു. അങ്ങനെ ആദർശ് എഴുന്നേറ്റ് നോക്കുമ്പോൾ നയനെ കാണുന്നില്ല. ഈശ്വര, ഈ കണ്ടതൊക്കെ സ്വപ്നമായിരുന്നു. കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. അവള് പോയി മുത്തശ്ശനോടെങ്ങാനും പറഞ്ഞ എന്റെ മുത്തശ്ശന് എന്തെങ്കിലും സംഭവിച്ചാലോ? ഇല്ല, ഒന്നും നടക്കാൻ പാടില്ല. അവളെ എങ്ങനെയും സ്നേഹിക്കുന്നവർ അഭിനയിക്കണം, അല്ലെങ്കിൽ അവളെല്ലാം പോയി പറഞ്ഞു കൊടുക്കും. ഇനി ഒരിക്കലും അവളോട് ദേഷ്യപ്പെടാൻ പാടില്ല, അവൾക്ക് സപ്പോർട്ടീവായി നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ ആദർശ് മനസ്സിൽ കരുതിയിട്ട് ആദർശ് പെട്ടെന്ന് എഴുന്നേറ്റ് ഹാളിലേക്ക് പോവാണ്. അപ്പോഴേക്കും അവിടെ ജാനകി നിപ്പുണ്ട്. ജാനകിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനത്തെ തപ്പുന്ന പോലെ തോന്നുമ്പോ, എന്താ തപ്പുന്നത്? ഒന്നുമില്ല ചെറിയമ്മേ, മനസ്സിലായി. നിനക്ക് എന്താ വേണ്ടേ? അല്ല, എനിക്ക് കോഫി വേണമായിരുന്നു. കോഫി വേണമെങ്കിൽ ഞാൻ ഇപ്പൊ ഇട്ട് തരാം. അയ്യോ അല്ലല്ല, നയന എവിടെ? ഓഹോ, അപ്പൊ നയനിട്ട കോഫി മാത്രം നീ കുടിക്കുള്ളൂ അല്ലേ? അയ്യോ ചെറിയമ്മേ, അതുകൊണ്ടല്ല. എവിടെ നയന എന്ന് ചോദിക്കാണ്. നയനയാണെങ്കിലോ മുത്തശ്ശിയുടെ മുറിയിൽ കാണും. മുത്തശ്ശന്റെ മുറിയിലോ? അതിന് നീ എന്തിനാണ് ഇത്ര ഷോക്കാവുന്നേ? ഒന്നുമില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിനക്കിപ്പോ നയനില്ലാതെ പറ്റുന്നില്ലല്ലേ? നീ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ദേവനെ കാണിക്കാൻ വേണ്ടിട്ടല്ലേ അവളുടെ ദേഷ്യം കാണിക്കുന്നത്, അല്ലാതെ ഇപ്പൊ നിനക്ക് അവളുടെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞിട്ട് ജാനകി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് അവൻ അപ്പോൾ തന്നെ മുത്തശ്ശന്റെ മുറിയിലേക്ക് ഓടി ചെല്ലുകയാണ്. അപ്പൊ കാണുന്ന കാഴ്ച, നയന ഇങ്ങനെ അവിടെ മുത്തശ്ശന്റെ ഗുളിക എടുത്തോണ്ടിരിക്കുന്നു. എന്താടാ നീ എന്താ എപ്പോഴും പിടിച്ച് ഓടി വരുന്നേ? മുത്തശ്ശൻ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല മുത്തശ്ശ, ഇവളെന്ത് പറഞ്ഞാലും വിശ്വസിക്കല്ലേ, എല്ലാം കള്ളത്തരാ. എന്ത് പറയാൻ? എന്താ മോളെ, എന്താ കാര്യം? ഒന്നുമില്ല മുത്തശ്ശ. അതെ, ഞാനതൊന്നും പറഞ്ഞിട്ടില്ല, പറയാൻ പോകുന്നതേ ഉള്ളൂ. അവളിപ്പോ ഒന്നും പറഞ്ഞില്ലേ? അയ്യോ മുത്തശ്ശ, ഒന്നുമില്ല, ഞാൻ ചുമ്മാ അവളെ കാണാൻ വന്നതാ, അവളെ റൂമിൽ കാണാത്തപ്പം. അല്ല നയന, എന്റെ രാവിലത്തെ കോഫി കിട്ടിയില്ലല്ലോ? അത് നിങ്ങൾ നല്ല ഉറക്കമായിരുന്നു, ഞാൻ കൊണ്ടുവരാൻ തുടങ്ങുന്നേ ഉള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആദർശ് പതിയെ വിഷയം മാറ്റുന്നുണ്ട്. അപ്പോഴേക്കും നയന മുത്തശ്ശനുള്ള ഗുളിക എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. മുത്തശ്ശനോട് ചോദിക്കണം, മുത്തശ്ശ, എപ്പോഴും ഞാൻ 3 ഗുളികയിലെ തരുന്നത്, ഇതിപ്പോ 4 ഈ ഒരെണ്ണം എന്തിന്റെയാ? അപ്പോഴേക്കും ആദർശ് മുത്തശ്ശൻ പറയണ, അതെ, വൈറ്റമിൻ ടാബ്ലറ്റ്സാ, എനിക്കിപ്പോ വയ്യാഴികയുണ്ട്, അതിന്റെ കൂടെ ടാബ്ലറ്റ്സ് തന്നിട്ടുണ്ട്. ആണോ? അപ്പം ആദർശ് പറഞ്ഞ, അതെ അതെ, അത് വൈറ്റമിൻ ടാബ്ലറ്റ്സാ, അതങ്ങ് കൊടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശന് കൊടുക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയണ, ഞാൻ കഴിച്ചോളാം, നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നതും സംഭവിക്കാൻ പോകുന്നതും. അങ്ങനെ മുത്തശ്ശൻ മരിച്ചു വീഴുന്നൊക്കെ കാണിച്ചതൊക്കെ ആദർശിന്റെ വേറെ സ്വപ്നം മാത്രമായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും രാവിലെ തന്നെ നമ്മൾ റിവ്യൂ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വൈകുന്നേരം ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അപ്കമിംഗ് ആയിട്ടുള്ള റിവ്യൂസ് നമ്മുടെ ചാനലിലൂടെ അവൈലബിൾ ആണ്. മിസ് ആവാതിരിക്കാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.